ഗായ്സ്, അപ്പോൾ നമ്മൾ വരമുഖി വുമൻസ് ആർട്ട് കമ്മ്യൂണിൻ്റെ ഗ്രൂപ്പ് എക്സിബിഷൻ വരാൻ കേട്ടോ. ഏപ്രിൽ 20 മുതൽ 26 വരെയാണ്. അപ്പോൾ നമ്മൾ കല്ലും മണ്ണും വരാൻ മുറ്റത്തേക്ക് ഇറങ്ങിയാണ്. ഈ അടുത്ത് കിണർ നന്നാക്കിക്കൊണ്ട് നല്ല ക്രീമി ചളി ഉണ്ടായിരുന്നു. ഇനിമോളും 3 ദിവസം ഞാനും കൂടി ആവശ്യത്തിനുള്ളതൊക്കെ പാത്രത്തിലാക്കി. നമ്മളെ ബ്രദർ പറഞ്ഞതാണ് ഇപ്രാവശ്യം എക്സിബിഷന് പെയിൻറ്റിങ് മീഡിയ ആയിട്ട് നാച്ചുറൽ കളേഴ്സ് മതിയെന്ന്. അപ്പോൾ അതെന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പെയിൻറ്റിങ്സ് ചെയ്യാൻ ദിവസങ്ങൾ നമുക്ക് വളരെ കുറവേനു. എല്ലാവരും പെട്ടെന്ന് തന്നെ തീർത്ത് 20-ാം തീയതി ആർട്ട് ഗ്യാലറിയിൽ എത്തിക്കണമെന്ന് മൈനേജി പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തി. കുറേ ആൾക്കാർ തലേന്ന് തന്നെ പെയിൻറ്റിങ്സ് എത്തിച്ചിരുന്നു. ഇവിടെ താഴെ ഓൾറെഡി വേറൊരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊരു മുകളിലത്തെ നിലയിലാണ്. ആർട്ട് ഗ്യാലറി ജസ്റ്റ് തുറന്നിട്ടേ ഉള്ളൂ. പുറത്ത് ട്രെയിനുകളൊക്കെ തറങ്ങും വിലങ്ങും പോകുന്നുണ്ട്. അപ്പോഴാണ് മുറ്റത്തൊരു ചാമ്പക്ക മരം കണ്ടത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് പുറത്തൊക്കെ ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങി. അവിടെ ഒരു കീരിനെ കണ്ടോ? പിന്നെ ഓരോരുത്തർ പെയിൻറ്റിങ്സ് പോയിട്ട് എത്തി. ഫിറ്റിംഗ് പണിയിലാണ് ഇവിടെ. നല്ല ചൂടായിരുന്നു. ഉപ്പുമുളകും എല്ലാ എക്സ്പ്രഷൻ ഇട്ടോളുണ്ട്. മിണിയോ ആണോ എക്സ്പ്രഷൻ? ഒരു എക്സ്പ്രഷൻ ഇതൊന്നുമാണ്. കഴിച്ചോ? സെക്കൻഡിൽ ഇവിടെ ആള് കിട്ടിയ ഗ്യാപ്പിന് ആയുധമായിട്ട് ഇറങ്ങിയതേനി അമ്പിളിയേച്ചി. തലയിലെ ഭാരം കൂടിയിട്ട് ഒരു തലയില്ലാണ്ട് അന്തം വിട്ട് നടക്കുകയാണ് നമ്മളെ മൈനേച്ചി. ഇതെല്ലാവരെയും പേരും ഫോട്ടോയുള്ള സ്റ്റിക്കറാണ്. എൻ്റെ ഇത് ഇവിടെ മഡാട്ടെന്ന് കൂടി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പ് ഷോ ആണ് ഇന്ന് ആരംഭിക്കുന്നത്. തീ എന്നാണ് നമ്മുടെ ഷോന്റെ പേര്. അപ്പോൾ നിരന്തര ജോഷി പിന്നെ നമ്മളെ ഉദ്ഘാടകൻ ജോൺസ് മാത്യു സാറ് മണ്ണിൻ്റെ വരകളെ കുറിച്ച് സംസാരിച്ചു. പിന്നെ എല്ലാവരുടെ പെയിൻറ്റിങ്സും കണ്ട് ഡിസ്കഷൻ ചെയ്ത് ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഫോട്ടോഷൂട്ടിൻ്റെ സമയമായി. തലങ്ങും വിലങ്ങും ചെറുപറാന്ന് ഫോട്ടോയും വീഡിയോസും എടുക്കാൻ തുടങ്ങി. ഇതാണ് നമ്മളെ കുഞ്ഞു ഫോട്ടോഗ്രാഫർ, സ്വാലയത്തൻ്റെ മോളാണ്. ഫോട്ടോ എടുത്ത് ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. ഇത് സുചിത്രച്ചിൻ്റെ പെയിൻറ്റിങ്സ് ആണ്. എല്ലാം ഒന്ന് സെറ്റായി അറേഞ്ച് ആക്കി വരുന്നേ ഉള്ളൂ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴും മൈനേച്ചിൻ്റെ പണി ഇവിടെ കഴിഞ്ഞില്ല. എന്നെ കൂട്ടാനും അപ്പോൾ തന്നെ ഉപ്പച്ചെത്തി. പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയി കുറച്ച് കഴിഞ്ഞ ശേഷമാണ് വീട്ടിലെത്തിയത്. അപ്പോൾ പൂച്ചമക്കൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വണ്ടി ഒച്ച കേട്ടപ്പോഴത്തേനും. അപ്പോൾ ഏപ്രിൽ 26 വരെ നമ്മളെ ഷോ കോഴിക്കോട് ലളിത അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഉണ്ടാവും. പറ്റുന്നതൊക്കെ വരിക, കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.